അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് ബെലാനോയിലേക്കുള്ള ആക്സസറീസുകളാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഇതിൽ നിന്ന് ഊരി മാറ്റി എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാൻ പോകുന്നത്. കമ്പനി വരുന്ന ഒരുവിധം ആക്സസറീസുകളെല്ലാം നമ്മൾ ഇന്ന് ഊരി മാറ്റിയിട്ടാണ്. കമ്പനി വരുന്ന സ്റ്റീരിയോ, അതുപോലെ തന്നെ 4 ഡോറിലേക്ക് വരുന്ന സ്പീക്കർ, കമ്പനി വരുന്ന ഹാൻഡ് റെസ്റ്റിൻ്റെ കൺസോൾ കവർ കാര്യങ്ങളെല്ലാം ഇതുപോലെ നമ്മൾ ഊരി മാറ്റി. പകരം നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ, കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഒരു ഡെൽറ്റ പ്ലസ് വാഹനം എടുത്താലും എന്തെല്ലാം ആക്സസറീസുകൾ ഒരു ബെലാനോയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് ബെലാനോയിലേക്ക് ചെയ്തിരിക്കുന്നത് ഷാർപ്പ് എന്ന് പറഞ്ഞ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 2 ഇയറോളം വാറണ്ടി നമുക്ക് വരുന്ന 9.1 ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. കമ്പനി കൊടുത്തിരിക്കുന്ന സ്ക്രീനും കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തു. കൂടാതെ നമ്മളിതിലേക്ക് ബാക്ക് ഡോറിലേക്ക് ചെയ്തിരിക്കുന്ന സ്പീക്കർ സിസ്റ്റം പയനിയറിൻ്റെ 350 വാട്ട്സ്, അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്ന കമ്പോണൻ്റ് സ്പീക്കേഴ്സാണ് ഈ പയനിയർ തന്നെയാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ജെനുവിൻ ഒറിജിനൽ വരുന്ന ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പനി വരുന്ന 4 സ്പീക്കറുകൾ ഡെൽറ്റ പ്ലസിൽ വന്നിരുന്ന ഈ ഒരു സ്പീക്കർ കാര്യങ്ങളെല്ലാം നമ്മൾ ഊരി മാറ്റി കമ്പനി കൊടുത്തിരിക്കുന്ന സ്ക്രീനും അതുപോലെ തന്നെ കമ്പനി കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്ക്രീനും നമ്മൾ ഊരി മാറ്റി പകരം നമ്മൾ ഷാർപ്പിൻ്റെ സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഡെൽറ്റ പ്ലസ് വാഹനം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയെല്ലാം അതിനെ മോഡിഫൈ ചെയ്യാം, വ്യത്യസ്തമായ മോഡിഫിക്കേഷനുകളാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള രീതിയിൽ അവർ പറയുന്ന രീതിയിലാണ് നമ്മൾ ഓരോ വർക്കുകൾ നമ്മൾ ചെയ്യുന്നത്. സാധാരണ ഈ ഒരു സ്പീക്കർ മാറ്റാൻ പലപ്പോഴും ആളുകൾ ഭയങ്കര ടെൻഷൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഇത് മാറ്റാൻ പറ്റില്ല, മാറ്റേണ്ട, കമ്പനിയുടെ ഒറിജിനൽ സ്റ്റീരിയോ, ഒറിജിനൽ സ്പീക്കർ സിസ്റ്റം. പക്ഷേ മറ്റു പലരും അങ്ങനെയല്ല, ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്ത് നല്ല ക്വാളിറ്റിയുള്ള വിത്ത് ട്യൂട്ടറും കാര്യങ്ങളെല്ലാം വരുന്ന സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാളേഷൻ ചെയ്യും. അങ്ങനെ ഒരു വാഹനമാണ് ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത്. കായംകുളത്ത് നിന്നാണ് ഈ ഒരു ബെലാനോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കാണിച്ചു. അപ്പോൾ നമ്മുടെ ഈ ചേട്ടൻ്റെയാണ് കേട്ടോ ഈ വാഹനം. അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ട് ഇദ്ദേഹം കായംകുളത്ത് നിന്ന് നമ്മുടെ ഇരിഞ്ഞാലക്കുടയിലേക്ക് വന്നിരിക്കുകയാണ്. കായംകുളത്തു നിന്നൊക്കെ ഇരിഞ്ഞാലക്കുടയിലേക്ക് ഈ ഒരു ആക്സസറീസ് ചെയ്യാൻ വരണമെങ്കിൽ തക്കതായ ഒരു കാരണം ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ടു, ഇഷ്ടപ്പെട്ടു, നമ്മുടെ വർക്കുകളെല്ലാം അതുപോലെ തന്നെ കണ്ടു, നമ്മളെ വിളിച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചു, റേറ്റും കാര്യങ്ങളൊക്കെ എല്ലാം അറിഞ്ഞിട്ടാണ് ഇദ്ദേഹം നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ വർക്ക് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു കൊടുത്തു. എങ്ങനെയുണ്ടായിരുന്നു? വർക്ക് സൂപ്പറാണ്, നല്ല സ്പീഡാണ്, നല്ലതായിരുന്നു വർക്ക്. നമ്മൾ രാവിലെ വന്നു, രാവിലെ ഒരു 9:30 വന്നിട്ടുണ്ടല്ലേ, 9:30 എത്തി. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11:30 ഇദ്ദേഹം പറഞ്ഞ എല്ലാ വർക്കുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. അതെ. അപ്പോൾ നമ്മുടെ എല്ലാ വർക്കുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇനി ബെലാന എടുത്തവർക്ക് ധൈര്യമായിട്ട് വരാം അല്ലേ? വരാം. അടിപൊളിയാണ്. അതെ. അപ്പോൾ ഇനി ബെലാന എടുത്തവർ ധൈര്യമായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് പോരട്ടെ. വാറണ്ടി അദ്ദേഹം വന്നപ്പോഴും വാറണ്ടിയുടെ ഒരു കേസ് കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു. വാറണ്ടി പോകുന്ന പേടി, അത് വയർ കട്ട് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. നമ്മൾ വല്ല വയർ കട്ട് ചെയ്തിട്ടുണ്ട്? ഇല്ല, വയറൊന്നും കട്ട് ചെയ്തിട്ട് ഒക്കെ കപ്ലറും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അധികം പറഞ്ഞ് നീട്ടുന്നില്ല, നമ്മൾ ചെയ്ത വർക്കുകൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ മിററിൻ്റെ ഒരു ഓപ്ഷനാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ചെയ്തേക്കുന്നത്. സെൻറ്റർ ലോക്കിൽ ലോക്ക് ചെയ്തേ ചേട്ടാ. അപ്പോൾ ഇതുപോലെ ലോക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മിറർ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും. അൺലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് അൺലോക്ക് ചെയ്യുമ്പോൾ മിറർ ഓപ്പൺ ആയിട്ട് വരും. ഇത് വളരെയേറെ സൗകര്യമുള്ളൊരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ റോഡ് സൈഡിലൊക്കെ വാഹനം ഇതുപോലെ പാർക്ക് ചെയ്ത് പോകുമ്പോൾ മിറർ പുറത്തേക്ക് ചാടി നിൽക്കും. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് സെൻട്രൽ ലോക്ക് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ മിറർ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയി പോയിക്കോളും. നമുക്ക് വളരെ സൗകര്യം, അകത്ത് കയറി വീണ്ടും ക്ലോസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരില്ല. ഇതുപോലെ നമുക്ക് റിമോട്ടിൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ വാഹനം ഡെൽറ്റ പ്ലസ് ആണെങ്കിൽ ഇതുപോലെയുള്ള ഫംഗ്ഷനൊക്കെ നമുക്ക് ഈ വാഹനത്തിൽ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഷാർപ്പിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇതാണ് കേട്ടോ. 2 ഇയറോളം നമുക്ക് വാറണ്ടി ഉണ്ട്. വാറണ്ടി എന്ന് മാത്രമല്ല, നമുക്ക് കേരളത്തിൽ എവിടെ പോയാലും ഇതിൻ്റെ സർവീസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. 2 വർഷം നമ്മളിവിടെ ഷോപ്പിൽ കൊടുക്കുന്നത് റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് കേട്ടോ നമ്മുടെ ഷോപ്പിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ അപ്പ് മൗണ്ട് ക്യാമറയും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഫിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഗ്ലോസി ഫിനിഷിംഗ് പാനലാണ്. ഇതുപോലെ നല്ല തിളക്കമുള്ള പാനലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ നമ്മുടെ പുതിയ വാഹനങ്ങളുടെ എല്ലാം നമ്മുടെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത്. ഇനി നമുക്കതിൻ്റെ വർക്കിംഗ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സിസ്റ്റം ഇതുപോലെയാണ്. നമ്മുടെ ഒരു ഷാർപ്പിൻ്റെ സിസ്റ്റം നമ്മുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്താൽ അതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം വരുന്നത്. നമ്മൾ ബാക്കിലേക്ക് വെച്ചിരിക്കുന്നതും HD ക്യാമറ തന്നെയാണ് നമ്മുടെ ബാക്ക് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ ഇതുപോലെ നമുക്ക് നല്ല വ്യക്തമായിട്ട് നമുക്ക് ബാക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ക്യാമറയുടെ പ്രത്യേകത. കറക്റ്റായിട്ട് നമുക്ക് വൈഡ് ആംഗിളായിട്ട് നമുക്ക് കവർ ചെയ്ത് കിട്ടും. ആ മെഷർ ചെയ്യുന്ന വയർ ലൈൻസ് എല്ലാം കൃത്യമായിട്ട് നമുക്ക് റോഡിൽ ലാൻഡ് ചെയ്യുന്ന രീതിയിൽ നമുക്കത്
കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് ഒരു AHD ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളെല്ലാം നമുക്കിതിൽ ഫങ്ഷൻ ചെയ്യും. പിന്നെ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത് യാത്രാ സൗകര്യം നമുക്ക് കൂട്ടാൻ വേണ്ടി ലോങ് ഡ്രൈവൊക്കെ പോകുമ്പോൾ നമുക്കിത് ഇതുപോലെ റെസ്റ്റ് ചെയ്ത് 2 പേർക്കും ഒരേ സമയം നമുക്ക് ഈ വാഹനത്തിലേക്ക് കൈവച്ച് ഇരിക്കാനുള്ളൊരു സൗകര്യം ഉണ്ട്. ഇതുപോലെ ഡ്രൈവർക്കും സൈഡിലിരിക്കുന്ന ആൾക്കും 2 പേർക്കും ഒരേപോലെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് ആണ്, സ്ലൈഡിങ് ടൈപ്പ്. കമ്പനി വരുന്ന ഈ കൺസോൾ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെയൊരു ഹാൻഡ് റെസ്റ്റ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ, ലോങ് ലാസ്റ്റിങ്, കേടുവരില്ല എന്നുള്ള ഉറപ്പുള്ള ഒരു ഐറ്റം തന്നെയാണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്ന പയനിയറിൻ്റെ സ്പീക്കർ സിസ്റ്റം, ഫ്രണ്ടിലേക്ക് കോമ്പോണൻറ്റ് സ്പീക്കേഴ്സാണ്. അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ട്യൂട്ടർ കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. കട്ട് ചെയ്ത് കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 2 സൈഡിലെയും നമ്മൾ ഫിറ്റിമെൻറ്റ് അതുമാതിരി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പീക്കറിൻ്റെ ഉള്ളിൽ പയനിയർ ഫ്രണ്ട് കോമ്പോണൻറ്റ്, ബാക്ക് കോയാക്സിലാണ് സ്പീക്കർ സിസ്റ്റം നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിനെല്ലാം നമുക്ക് 1 ഇയറോളം നമുക്ക് കൃത്യമായിട്ട് വാറണ്ടി കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ വയർ കട്ട് ചെയ്യാതിരിക്കാനുള്ള കപ്ലറുകൾ. പിന്നെ മഴ പെയ്ത് ഇപ്പോൾ പുതിയ വണ്ടികൾക്കൊക്കെ ഒരുപാട് വെള്ളം ഇറങ്ങുന്നുണ്ട്. ഡോറിൻ്റെ ഉള്ളിലേക്കൊക്കെ കറക്റ്റ് വെള്ളം ഇറങ്ങും. ഈ യാർഡിലൊക്കെ ഒരുപാട് നാൾ കിടന്ന വണ്ടികളൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ വെള്ളം ഇറങ്ങുന്നുണ്ടാവും. പിന്നെ നമ്മൾ പുതിയ നല്ല ക്വാളിറ്റി സ്പീക്കേഴ്സൊക്കെ നമ്മൾ പിടിപ്പിച്ചു. കുറച്ച് നാൾ കഴിയുമ്പോൾ സ്പീക്കർ പെട്ടെന്ന് തുരുമ്പ് പിടിച്ച് പോകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ വെള്ളം ഇറങ്ങാണ്. എല്ലാ വാഹനത്തിൻ്റെയും ഉള്ളിൽ വെള്ളം ഇറങ്ങുന്നുണ്ട്. വെള്ളം ഇറങ്ങിയാൽ തന്നെ പോകാനുള്ള ഹോളും ഈ ഡോറിൻ്റെ അടിയിലുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വെള്ളം ഇറങ്ങിയാലും നമ്മുടെ സ്പീക്കർ കേടുവരാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു റെയിൻ ഗാർഡുള്ള സ്പേസർ വെച്ചിട്ടാണ് നമ്മൾ ഓരോ സ്പീക്കറുകളും നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വർക്കുകളെല്ലാം, ഈ പറഞ്ഞ വർക്കുകളെല്ലാം നമ്മുടെ വർക്ക് വണ്ടിയിൽ ക്ലിയർ ആയിട്ടുണ്ട്. മിറർ ക്ലോസർ, ഫ്രണ്ട് കോമ്പോണൻറ്റ്, അതുപോലെ തന്നെ 4 ഡോറിലേക്ക് സ്പേസർ, ബാക്ക് ഡോർ സ്പീക്കർ, പിന്നെ ഷാർപ്പിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ബാക്കിലേക്കുള്ള AHD ക്യാമറ, ഈ വക കാര്യങ്ങളെല്ലാം നമ്മുടെ കഴിഞ്ഞു. എത്ര രൂപയായി നമ്മുടെ റേറ്റ് കാര്യങ്ങൾ? നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേർക്ക് ഇത് അറിയാൻ താല്പര്യം ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ എത്ര രൂപയ്ക്ക് ചെയ്തു, നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതൽ ചേട്ടൻ പറയുമ്പോൾ അത് അവർക്ക് കൂടുതൽ. ടോട്ടൽ എത്ര വന്നു? 31,000 രൂപയാണ് ഇപ്പോൾ നമ്മൾ ഈ വർക്കുകൾ ഈ വാഹനത്തിലേക്ക് ചെയ്തതിന് നമുക്ക് വന്നിരിക്കുന്ന റേറ്റ്. നമ്മുടെ വാറണ്ടിയെ കുറിച്ചെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു കൃത്യമായിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക. നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കുടയാണ്. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ 7306293594. മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ടാറ്റ, ബൈ ബൈ.